ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മുടെ ഒയാസിസ് ക്യൂബിൽ നമുക്ക് ഹൈഡ്രോപോണിക്സിലേക്ക് വേണ്ടിയിട്ട് വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയൊരു കാര്യം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഇത് പാലക്ക് ചീരയുടെ വിത്താണ്, ഇത് ലെറ്റ്യൂസിൻ്റെയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിലായിട്ട്. അപ്പോൾ ഈ ഒയാസിസ് ക്യൂബ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്പോഞ്ച് പോലെ സാധനമാണ് കണ്ടത്. ഇതിനകത്തൊരു ഹോളുണ്ടാവും. ഈ ഹോളിലേക്കാണ് ഞാനിപ്പോൾ ഒരു 3 എണ്ണം വെച്ചിടാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒയാസിസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ ന്യൂട്രിയൻസിൽ മുക്കി വെച്ചിരിക്കാനുണ്ടോ, അപ്പോൾ നല്ല മുങ്ങി നിൽക്കുകയാണ് അത്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ ഹോളിലേക്ക് നമ്മൾ ഇട്ട് വയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ വിത്തിട്ടിട്ട് നമുക്ക് ഒരു പേന കൊണ്ട് എന്തെങ്കിലും ചെറിയ എടുത്തിട്ട് ഇതങ്ങോട്ട് കുത്തി കൊടുക്കുക. ലെറ്റൂസിലൊക്കെ കുറേ കൂടുതൽ പോയിട്ടുണ്ട്, കാരണം അത് എടുക്കാൻ ഭയങ്കര പാടാണ്. ജീരകം പോലെയാണ്, ചെറിയ വിത്താണേ. എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ അടപ്പുണ്ട്, ഞാൻ ഈ ഫുഡൊക്കെ പാക്ക് ചെയ്യുന്ന പാത്രം വെക്കണം. ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. അടച്ചിട്ട് നമുക്ക് ഈ മുള വരുന്ന വരെ നമുക്ക് ഇരുട്ടായിട്ട് സ്ഥലത്ത് വയ്ക്കാം. അടച്ച് ഇരുട്ടിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് നോക്കാം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വിത്ത് മുളയ്ക്കുന്നതാണ് പറഞ്ഞ് നമുക്ക് അപ്പോഴത്തേക്കും നോക്കാം. ഇതിൻ്റെ ടവറാണ്. ഈ ടവറിലൊക്കെ വയ്ക്കാം. ടവറിലും അതുപോലെ നമ്മുടെ ഈ NFT വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിന്ന് നിറച്ച് ഈല് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡീപ്പ് വാട്ടർ കൾച്ചറാണ്. ഡീപ്പ് വാട്ടർ കൾച്ചർ ചെയ്തേക്കണം. ഇതിൽ ചീരയും വെച്ചിട്ടുണ്ട്, പാലക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ച ചീരയും വെച്ചിട്ടുണ്ട്. ഓക്കെ.